Hi all, welcome back to Lovable Psycho. Let me introduce myself very briefly. എൻ്റെ പേര് റിഷ്. ഇൻഫാക്ട് ഇറ്റ്സ് മൈ ഷോർട്ട് ഒഫീഷ്യൽ നെയിം ഇൻ ന്യൂസിലാൻഡ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോറി, അറൌണ്ട് 2 minutes, ബട്ട് ഐ ഹാവ് kept it separate. Many thanks to YouTube chapters feature. So feel free to skip it and jump to the main topic. ഞാനൊരു യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. ലൈക്സ്, മോണിറ്റൈസേഷൻ, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ ഐ യൂസ് ടു സ്പെൻഡ് ടൈം ടു ഹെൽപ്പ് മൈഗ്രൻസ് ഗെറ്റ് ദെയർ ഫസ്റ്റ് റോൾ. റീസെൻ്റ്ലി എനിക്ക് അത് ചെയ്യാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. സോ ഐ തോട്ട് ആസ് പാർട്ട് ഓഫ് മൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ടു ഹെൽപ്പ് മൈ ഫെലോ ഫ്രണ്ട്സ് ആൻഡ് മൈഗ്രൻസ് ആൻഡ് ദെയർ ഫ്രണ്ട്സ്, ഞാൻ കരുതി ഐ വിൽ ഡു വീഡിയോസ് ഓഫ് എവറിഥിങ് ദാറ്റ് മേ ഹെൽപ്പ് ജോബ് സീക്കേഴ്സ് ഹിയർ ഇൻ ന്യൂസിലാൻഡ് ആൻഡ് അറൗണ്ട് ദ വേൾഡ്. സോ എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസ് ആൻഡ് ഇൻസൈറ്റ്സ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ ഐ ബി മോർ ദാൻ ഹാപ്പി അബൌട്ട് ദിസ്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ഡിസ്കസിങ് അബൌട്ട് എ സിംഗിൾ ടോപ്പിക് ആൻഡ് പർപ്പസ്ഫുള്ളി കെpt brief because I feel it's better to talk about one thing at a time and give it the attention it deserves. Everything that I share here comes from my own job search and experience, continuous learning, research and commonly accepted industry practices. However, ഒരു കാര്യം മനസ്സിലാക്കുക, എവറി എംപ്ലോയർ, റിക്രൂട്ടർ, ഓർഗനൈസേഷൻ ആൻഡ് ഹയറിംഗ് പ്രോസസ് ഈസ് യുണീക്ക് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രാക്ടസസ്, interview expectations and employment process can vary significantly across employers, industries and countries. So as a result, there is no single perfect approach that works for everyone. I always want to say this during job search. Take whatever that helps you and ignore whatever that doesn't, and always follow what suits your path. Every person is different, every situation is different as well, and their job search journey is very different. I am not claiming to have all the answers. These are experiences and insights shared with a genuine intention that they may help someone move closer to their goal. When you're listening to the audio anytime, ഞാൻ വിഷ്വൽസ് കൂടി കാണാൻ സജസ്റ്റ് ചെയ്യും, ബിക്കോസ് വിഷ്വൽസ് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കും ആൻഡ് ദേ ആർ റിച്ച് ഇൻ ഇൻഫർമേഷൻ. ഈ വീഡിയോസിന് വേണ്ടിയുള്ള പ്ലാനിങ് ടൈമൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. സോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഫൈനലി, ഇഫ് എനി വൺ വാണ്ട്സ് ടു ഗെറ്റ് ഇൻ ടച്ച് റിഗാർഡിംഗ് എനിത്തിങ്, ഹിയർ ഇസ് മൈ ഇമെയിൽ write2rish.nz@gmail.com. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് സാധാരണ ഒരു ഇൻ്റർവ്യൂ വരുമ്പോഴത്തേന് നമ്മൾ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ എത്ര പേര് ഇൻ്റർവ്യൂവറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും? സോ ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടുഡേ. നോ യുവർ റിക്രൂട്ടർ ബിഫോർ ദ ഇൻ്റർവ്യൂ. തിങ്ക് അബൌട്ട് ഇറ്റ് ലൈക്ക് ദിസ്. മോസ്റ്റ് കാൻഡിഡേറ്റ്സ് പ്രിപ്പയർ ആൻസേഴ്സ്, വെരി ഫ്യൂ പ്രിപ്പയർ ഫോർ ദ പേഴ്സൺ. സോ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുന്നേ ഇഫ് യു ആർ ഗോയിങ് ടു ടേക്ക് എ ക്യൂക്ക് ലുക്ക് അറ്റ് ദെയർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, ആൻഡ് ആസ്ക് യുവർ സെൽഫ് എ ഫ്യൂ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ലൈക്ക് how long have they been with the company, what is their current role, did they work in the same industry before, are they technical, managerial or HR focused, what topics or posts do they usually engage with. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻ്റർവ്യൂ വളരെ ക്ലോസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കയറി നോക്കരുത്. കഴിവതും വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ കൂടെ കയറി മാക്സിമം ഇൻഫർമേഷൻ സ്കിം ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന പേഴ്സണെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. അവിടെ നിന്ന് അവരെവിടെയാണ് വർക്ക് ചെയ്തതെന്ന് മനസ്സിലാവും. അവരുടെ പോസ്റ്റിൽ നിന്ന് അവരെ പറ്റി ഒരു ജനറൽ ഐഡിയ കിട്ടും. അവരുടെ ഒരു കരിയർ ഹിസ്റ്ററിയെ പറ്റി നമുക്ക് ഗുഡ് ഇൻസൈറ്റ്സ് കിട്ടും. അതല്ലാതെ വേറെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ നമുക്കൊരു ഇൻ്റർവ്യൂവിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. മേ ബി യു വിൽ ഫൈൻഡ് സം ന്യൂസ് അബൌട്ട് ദം ആസ് വെൽ. സോ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പേഴ്സൺ ബിഫോർ യു ഗോ ഫോർ ദ ഇൻ്റർവ്യൂ. സോ ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് വിൽ ഗെറ്റ് വാല്യുബിൾ ക്ലൂസ് അബൌട്ട് വാട്ട് റിയലി മാറ്റേഴ്സ് ടു ദം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സ്പീക്കിംഗ് വിത്ത് എ ടെക്നിക്കൽ മാനേജർ ഹു ഹസ് സ്പെൻഡ് 15 years in engineering, they may focus heavily on problem solving, technical depth and practical examples. Adalla, if you are going to speak with a people leader, they may be more interested in teamwork, communication, culture fit and how you work with others. And if you're going to speak with a recruiter or an HR representative, they may focus more on your motivation, work rights, availability, salary expectations and overall fit for the organization.
But there is another important reason to do this. When you know something about the person sitting across from you, it stops feeling like a scary interview and it starts feeling like the interview with a real human being. ഇത് ഒരുപാട് ഇൻ്റർവ്യൂ ആൻസൈറ്റി കുറയ്ക്കും. യുനോ സംടൈംസ് നമ്മൾ മനസ്സിലാക്കും അവർ ഈ അടുത്ത കാലത്താണ് ന്യൂസിലാൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്തത്, ആൻഡ് യു വിൽ നോട്ടീസ് ദർ ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ്, ഹൈക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കും. ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമുക്കും ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിരിക്കും, ആൻഡ് യു ക്യാൻ മേക്ക് സം കോമൺ ഗ്രൗണ്ട് ടോക്കിംഗ് ടു ദം. Sometimes the same person has been in the company for like 20 years and genuinely love the organization. These small insights can help you build natural rapport and make the conversation feel much more comfortable. Now, this doesn't mean you should suddenly say like, I saw your entire LinkedIn profile and noticed you when hiking in Queenstown in 2023. അങ്ങനെയൊന്നും പറയരുത്. Please don't do that. The goal isn't to impress them with your research. The goal is to understand who you are talking to so that you can communicate more effectively and feel more confident. Remember this, you're not preparing for an interview, you're preparing for a conversation with another human being. And sometimes knowing your recruiter can be just as important as knowing your answers. So, to summarize, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമ്മൾ ആ ഇൻ്റർവ്യൂവറിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ ജേക്കബിൻ്റെ അച്ഛൻ ജേക്കബിനോട് പറയുന്നുണ്ട്, കാണാൻ പോകുന്ന ആളെ പറ്റി നല്ലപോലെ പഠിച്ചിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷന് പോകാൻ. എക്സാക്ട്ലി അത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. യു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺ ബിഫോർ യു ഗോ ഫോർ ദ ഇൻ്റർവ്യൂ. നമുക്ക് ലിങ്ക്ഡിൻ വഴി അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ദ റോൾ, അവർ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ഇൻട്രസ്റ്റുകളെ പറ്റിയൊക്കെ അത്യാവശ്യം ഐഡിയ കിട്ടും. അതല്ലാതെയുള്ള വേറെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസിൽ നിന്നും അവരെ പറ്റിയൊക്കെയുള്ള കുറച്ച് ഇൻട്രസ്റ്റുകളെ പറ്റിയൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ശരിയല്ലേ? ദെൻ you can understand the company culture, look through their website and about us page, social media and employee post, and you can look at Glassdoor reviews to understand what sort of the company employee experience ആണ് എംപ്ലോയീസിന് കിട്ടുന്ന ഈ കമ്പനിയിൽ നിന്ന്. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യം കിട്ടും. പിന്നെ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആണ് നമ്മളെ റെഫർ ചെയ്തെങ്കിൽ you can know like what are the techniques that they used in their interview, like what is the type of interview that they do, what is their interview style, ടെക് ഇൻ്റർവ്യൂ ആണോ, ബിഹേവിയറൽ ഇൻ്റർവ്യൂ ആണോ, അതല്ല കൾച്ചറൽ ഫിറ്റ് റൗണ്ട് ആണോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഫ്രം ദർ ഇമെയിൽസ്. ലൈക്ക് ഭയങ്കര ഫോമലാണോ അതോ ഭയങ്കര വാം ആൻഡ് കാഷ്വൽ ആണോ. ഭയങ്കര ഫോമലായിട്ടുള്ള ഇമെയിൽസ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ദ കമ്പനി ഈസ് വെരി സ്ട്രിക്റ്റ് ഇൻ പ്രോസസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അതല്ലാതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോണിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ think that the company has got a warm nature and people are very friendly and welcoming. പിന്നെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ we can understand about like recent things about like articles, blogs, team pages, കോൺഫറൻസ് ടോക്സ്, കമ്പനി കോൺഫറൻസ് ടോക്സ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ നമുക്ക് കോൺവെർസേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ബേസ്ഡ് ഓൺ ഓൾ യുവർ റിസർച്ച് യു മേക്ക് സം ഹ്യൂമൻ കോൺവെർസേഷൻ ടോപ്പിക്സ് അബൌട്ട് ലൈക്ക് ന്യൂസിലാൻഡ് വർക്ക് എൻവയോൺമെൻറ്റ്, ടെക് സ്റ്റാക്ക്, ടീം ഗ്രോത്ത് ആൻഡ് കൾച്ചർ, കമ്പനി പ്രോജക്ട്സ്, അങ്ങനെയൊക്കെ നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരുപാട് കോൺവെർസേഷൻസ് വെച്ച് നമുക്ക് ഇൻ്റർവ്യൂവിൽ നല്ലപോലെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. നൗ സർട്ടൻ വാർണിങ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നമുക്കൊരു ഫിയർ ആയി പോകരുത്. ദ ഗോൾ ഇസ് ഫെമിലിയാരിറ്റി ആൻഡ് നോട്ട് സ്റ്റോക്കിംഗ്. ദ ഗോൾ ഇസ് ടു റെഡ്യൂസ് അൺസർട്ടനിറ്റി ആൻഡ് നോട്ട് മെമ്മറൈസിങ് ദെയർ എൻറ്റയർ ലൈഫ്. അവരെപ്പറ്റി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകണമെന്നല്ല, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു ഇൻസൈറ്റ് കിട്ടും. ബിക്കോസ് എന്തായാലും നമ്മളൊരു മനുഷ്യനാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അയാൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അയാൾക്ക് പ്രൊഫഷണലി അയാൾ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഹ്യൂമൻ കോൺവെർസേഷൻ ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്യാനും അതിനെപ്പറ്റി നമുക്ക് കോൺവെർസേഷൻസ് മേക്ക് ചെയ്യാനും പറ്റും. സോ ഇതുകൊണ്ടുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഫീൽ വെരി ലെസ് നെർവസ് and conversations becomes very natural and our answers become very tailored. ശരിയല്ലേ? And you connect better with interviewer if you have researched very well before an interview. ഇനി ഞാൻ എൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയും ഞാൻ ആ ഇൻ്റർവ്യൂവറിനെ പറ്റി പഠിച്ചതിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് പറയാം. സോ ഐ എം നോട്ട് ഗോയിങ് ടു സേ ദ കമ്പനി നെയിം ഓർ ദ ഹയറിംഗ് മാനേജർ നെയിം, ബട്ട് എനിക്കൊരു കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേന് ഞാനിങ്ങനെ റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. സോ എൻ്റെ ലിങ്ക്ഡിൻ വഴി ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്നെ ഫൈൻഡ് ചെയ്യും. ലൈക്ക് ഹി വിൽ നോ ദാറ്റ് ഐ ഹാവ് സെർച്ച്ഡ്.
ഇനി ചിലപ്പോൾ ഞാൻ പ്രൈവസി ഹിഡൻ ആക്കി വെച്ചാൽ പോലും എനിക്ക് തോന്നി അവരെന്നെ കാണും. സോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഈ ഹയറിംഗ് മാനേജറിൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴത്തേന് ഐ നോട്ടീസ് ദാറ്റ് ഐ ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡിഫറെൻറ്റ് കമ്പനീസ്. ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ലീഡറാണെന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ തോട്ട് ദാറ്റ് ഐ നീഡ് ടു പ്രിപ്പയർ ടെക്നിക്കലി ഹാർഡ് വെരി വെൽ ഓൺ ഹിം ബിക്കോസ് ഹീസ് ഗോട്ട് എ വെരി ഗുഡ് പ്രൊഫൈൽ. ഭയങ്കര സൗണ്ട് ടെക്നിക്കൽ പ്രൊഫൈലാണെന്ന് എനിക്ക് മനസ്സിലായി. സോ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻസൈറ്റ് എന്താണ്, ഞാൻ നല്ലപോലെ ടെക്നിക്കലി പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലായി. മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര നൈസ് പേഴ്സൺ ആണ്, ലൈക്ക് സോഫ്റ്റ് പേഴ്സൺ ആണ്. സോ അതിൽ നിന്ന് എനിക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ഇൻ്റർവ്യൂവിലും കുറച്ച് വാം ആൻഡ് അപ്രോച്ചബിൾ ആയിട്ടും ലൈക്ക് ഫ്രണ്ട്ലി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഹെൽപ്ഫുൾ ആണെന്നൊക്കെ എനിക്ക് തോന്നി. ഇനി ഇതൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആ പുള്ളിയുടെ ഇൻട്രസ്റ്റുകളിലൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേന് കുറച്ച് സോഷ്യൽ സർവീസിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ലൈക്ക് ഹീ ഈസ് വെരി ഡിവോട്ടഡ് ഇൻ സോഷ്യൽ സർവീസ്. സോ ഇതെങ്ങനെ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൽ ഉപകരിച്ചു എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നോട് അവരിങ്ങനെ ചോദിച്ചായിരുന്നു ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ പോലെ, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് 5 years എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ടെസ്റ്റിംഗ് ഞാൻ എൻ്റെ പാഷനായിട്ട് എടുത്തതാണ്, അതുകൊണ്ട് ഞാൻ ഒബ്വിയസ്ലി ഞാൻ ടെസ്റ്റിങ്ങിൽ തന്നെ ഉണ്ടാവും, ഐ വിൽ ബി വർക്കിംഗ് ഇൻ വെരി ഗുഡ് പ്രോജക്ട്സ് ഇൻ ദ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് 20 years, അങ്ങനെ എന്തോ 15 or 20 years. ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴത്തേനും ഞാനങ്ങ് പകച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹീസ് ലുക്കിംഗ് സംതിങ് ബിയോണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട് ദാറ്റ് ദിസ് പേഴ്സൺ ലവ് സോഷ്യൽ സർവീസ്. അപ്പോൾ ഞാൻ പതുക്കെ സോഷ്യൽ ഓറിയൻറ്റേഷനുള്ള ഒരു കാര്യത്തിൽ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ടെസ്റ്റിംഗ് എനിക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്ക് സോഷ്യൽ സർവീസും കുറച്ച് എനിക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഗിവ് ബാക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അറ്റ് സം പോയിന്റ് ടെസ്റ്റിംഗ് എന്നെ എക്സൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സേ മേ ബി ഇൻ ദ നെക്സ്റ്റ് 15 to 20 years ഐ മൈറ്റ് മൂവ് ഇൻ ടു സോഷ്യൽ സർവീസ് ആൻഡ് ഹെൽപ്പ് മാൻകൈൻഡ്, അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു കേട്ടോ. ആൻഡ് ദിസ് ഇംപ്രസ്ഡ് ഹിം ആൻഡ് ഐ എം ടെല്ലിങ് യു ദിസ് കണക്റ്റഡ് with him so well because he thought that I am someone like him. So ഞാൻ പുള്ളീനെ ട്രംപ് ചെയ്യാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല, എനിക്ക് ആ ജോലി കിട്ടണമല്ലോ. അപ്പം ഞാൻ അതിനു വേണ്ടി നല്ലപോലെ റിസർച്ച് ചെയ്ത് പഠിച്ചപ്പം പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു ജോലി കിട്ടാൻ വേണ്ടി. ഇതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ഉപദ്രവം കിട്ടാൻ പോകില്ല. ആൻഡ് ഐ എം ടെല്ലിങ് യു അത് കാരണം എനിക്ക് ആ ജോലി കിട്ടി. ഐ ഗോട്ട് ദാറ്റ് ഓഫർ. ഐ ആം 100% ഷുവർ എനിക്ക് ആ ജോലി കിട്ടിയതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പറയുന്ന ഹയറിംഗ് മാനേജറിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നോയിങ് യുവർ റിക്രൂട്ടർ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ബിഫോർ ആൻ ഇൻ്റർവ്യൂ. നല്ലപോലെ റിസർച്ച് ചെയ്ത് അത്യാവശ്യം നല്ല ഇൻസൈറ്റ്സ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ വിൽ ബി ലൈക്ക് എ കേക്ക് വാക്ക്. സോ ഗുഡ് ലക്ക്. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Small steps, big wins.